Let's start with a word of prayer. Father, we thank you, God, for the first Sunday of 2025. കർത്താവേ 2025 ആദ്യത്തെ ഞായറാഴ്ചയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. Lord, we believe that you're going to speak to us in this midst, Lord. കർത്താവേ ഇന്ന് ഈ സമയത്ത് ഞങ്ങളോട് അങ്ങ് ഇടപെടും ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you, Father. We welcome the Holy Spirit. നന്ദി പിതാവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുന്നു. Lord, we pray that, Lord, you will raise the faith level in us today. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മധ്യയുള്ള വിശ്വാസത്തിന്റെ അളവിനെ അങ്ങ് വർദ്ധിപ്പിക്കും. In Jesus' mighty name we pray. Amen. യേശുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Hallelujah. ഹല്ലേലൂയ. I want to wish you again a happy new year. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. An year where we will believe and see the glory of God. ഈ വർഷം നാം വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടവരും. Say the person, tell the person next to you, we will believe and see the glory of God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ഗ്ലോറി ഒരു പഞ്ചില്ല നിങ്ങൾ പറയുമ്പോൾ. And when you say about God's glory, there is not a punch. Hallelujah. Hallelujah. I just want to take a recap of the previous message that was shared on the Watch Night service. വാച്ച് നൈറ്റ് സർവീസിൽ പങ്കുവച്ചതായിട്ടുള്ള ആ സന്ദേശത്തിന്റെ പെട്ടെന്നുള്ള ഒരു ചുരുക്കം ഞാൻ പങ്കുവെക്കട്ടെ. We believe that the Lord is telling to us this year that only believe. ദൈവം ഇപ്രകാരം പറയുന്നതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതായത് വിശ്വസിക്കുക മാത്രം. And one of the enemies to believe or faith is fear. വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ ശത്രുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭയമാണ്. Therefore cast out fear. അതുകൊണ്ട് ഭയത്തെ ഓടിച്ചു കളയുക. Tell the person next to you, cast out fear. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഭയത്തെ ഓടിച്ചു കളയുക. If we believe, we will see the glory of God. നാം വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടവരും. There is no, conditions whether man or woman, rich or poor, pastor or a person going to Bible school, doesn't matter what it is, only believe. അവിടെ പ്രത്യേകിച്ച് യാതൊരു വ്യവസ്ഥകളുമില്ല. അതായത് പണക്കാരനാണോ അല്ലെങ്കിൽ ദരിദ്രനാണോ, പാസ്റ്ററാണോ അല്ലയോ, സ്ത്രീയാണോ പുരുഷനാണോ, ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെ യാതൊരു വ്യവസ്ഥകളും പറഞ്ഞിട്ടില്ല. In fact, Jesus did not tell this to the Pharisees. ഇത് പരീശന്മാരോടുമല്ല പറഞ്ഞത്. To those learned scribes, he did not tell it. അതായത് പഠിച്ചിരിക്കുന്ന വ്യക്തികളോടല്ല ഇത് പറഞ്ഞത്. He just told ordinary fishermen. സാധാരണ മുക്കുവന്മാരോടാണ് ഇത് പറഞ്ഞത്. Hallelujah. Hallelujah. And we also saw the fact that faith is taking God at his word. അതോടൊപ്പം തന്നെ നാം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അതുപോലെ സ്വീകരിക്കുക എന്നുള്ള അർത്ഥവുമാണ്. Why do we write contracts or title deeds? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കരാറുകളും ഈ ആധാരവും അതൊക്കെ എഴുതുന്നത്? Because we cannot take man at his word. കാരണം മനുഷ്യനെ അവന്റെ വാക്കിൽ വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. We can take God at his word. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അതുപോലെ വിശ്വസിക്കുവാൻ കഴിയും. The title deed is the Bible. ആധാരം എന്ന് പറയുന്നത് ഈ തിരുവചനമാണ്. Hallelujah. And God will not go back at his word. ദൈവം തന്റെ വചനത്തെ സംബന്ധിച്ച് അനുദപിക്കുന്നില്ല. There are different levels of faith. വ്യത്യസ്തമായിട്ടുള്ള നിലവാരങ്ങളുണ്ട് വിശ്വാസത്തിന്. The Bible reveals that there are different levels of faith. തിരുവചനം പറയുന്നു വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസത്തിന്റെ അളവുകളുണ്ട്. There is a spectrum of faith from doubt to unwavering belief. സംശയത്തിൽ നിന്ന് അല്പം പോലും സംശയിക്കാത്ത വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വലിയ ഒരു പരിധി തന്നെ ഉണ്ട്. In fact, this is what is called the journey of faith. ഇതിനെ ആകുന്നു വിശ്വാസത്തിന്റെ യാത്ര എന്ന് വിളിക്കുന്നത്. Nobody starts from great level of faith. ആരും തുടങ്ങുന്നത് വിശ്വാസത്തിന്റെ വലിയ അളവിൽ നിന്നല്ല. Hallelujah. Hallelujah. Everybody goes to a journey of faith. എല്ലാവരും ആ വിശ്വാസ യാത്രയിലാണ്. Say that a baby has a prophetic word of being a doctor. നിങ്ങൾ ചിന്തിച്ചാട്ടെ, അതായത് ഒരു കുഞ്ഞിന് ഒരു ഡോക്ടർ ആകും എന്നുള്ള ഒരു പ്രവചന ശബ്ദം അത് ആ കുഞ്ഞിന്റെ മേലുണ്ടെന്ന് വിചാരിച്ചാട്ടെ. Actually, today after the English service there is a baby dedication. ഇന്ന് ഇംഗ്ലീഷ് സർവീസിന് ശേഷം ഒരു ബേബി ഡെഡിക്കേഷൻ ഉണ്ട്. I think that the baby is getting a prophetic word. The baby will be a doctor. ചിന്തിച്ചാട്ടെ, അതായത് ആ കുഞ്ഞിന് ഒരു പ്രവചന ശബ്ദം ലഭിക്കുകയാണ്, അതായത് കുഞ്ഞ് ഡോക്ടർ ആകും. So today is Ravi's baby dedication, child's dedication. ഇന്ന് രവിയുടെ കുഞ്ഞിൻ്റെതായിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്. And after that prophetic word, ആ പ്രവചന സമയത്തിന് ശേഷം Ravi and his wife will not go and drop the child at a medical college. അപ്പോൾ രവിയും കുഞ്ഞും ഉടനെ തന്നെ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ ചേർക്കുകയില്ല. There is a journey for that child. ആ കുഞ്ഞിന് ഒരു യാത്രയുണ്ട്. A journey of walking with God. ദൈവത്തോടു കൂടെ നടക്കുന്നതിന്റെ യാത്ര. We cannot parachute ourselves and come to a place where we have great faith. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു വലിയ അളവിലേക്ക് പെട്ടെന്ന് ഒരു പാരച്യൂട്ടിൽ നിന്ന് അങ്ങനെ വന്ന് ലാൻഡ് ചെയ്യാൻ കഴിയുകയില്ല. So don't
don't feel condemned if you are at a lower level. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ അളവിലാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. But you have a journey of faith. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ യാത്രയിലാകുവാൻ കഴിയും. And the first level is a level where it is called no faith. ആദ്യത്തെ അളവ് എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത അളവ്. Mark 4 verse 35 to 41. മർക്കോസിന്റേതായിട്ടുള്ള സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. Now Jesus starts this by telling them, let us cross over to the other side. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ് നമുക്ക് അക്കരെ പോകാം എന്ന് പറഞ്ഞ് അവരോട് പറയുകയാണ്. Imagine Jesus in his boats with the selected disciples, the apostles. നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ അപ്പോസ്തലന്മാരായിട്ട് യേശുക്രിസ്തു പടകിലാണ്. On this, the pillars, they are the next pillars of the church. ഇവരാകുന്നു സഭയുടെ അടുത്ത തൂണുകൾ എന്ന് പറയുന്നത്. And he took them along with the boat. There were other boats with him. യേശു അവരെ ആ പടകിൽ കൊണ്ടുപോയി. And the Bible says a great windstorm came. അവിടെ വലിയ ചുഴലിക്കാറ്റുണ്ടായെന്ന് തിരുവചനം പറയുകയാണ്. But he was in the stern, and verse 38 says that he was in the stern asleep on a pillow. They woke him and said, Teacher, do you not care that we are perishing? 38-ാമത്തെ വാക്യം പറയുന്നത്, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. Prophetic word for the next pillars of the church. They are panicked. അപ്പോൾ ഇപ്രകാരം അടുത്ത ആ തൂണുകളായിട്ടുള്ള വ്യക്തികൾക്ക് ഉള്ള പ്രവചനവാക്കാണ്, അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. This is what happens when fear grips us. We have no faith. ഭയം നമ്മളെ പിടിക്കുമ്പോൾ ഇതാകുന്നു സംഭവിക്കുന്നത്, നമുക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. Listen to me, fear negates faith. എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഭയം എന്ന് പറയുന്നത് വിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. Fear cancels out every faith that you have. ഭയം എന്ന് പറയുന്നത് നമുക്കുള്ള സകല വിശ്വാസത്തെയും അത് ഇല്ലായ്മ ചെയ്യുന്നു. You end up having no faith. നമുക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. Our faith fails because we have no system of faith. നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് തകർന്നു പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വ്യവസ്ഥിതി നമുക്കില്ലാത്തത് കൊണ്ടാകും. When we expect a smooth ride in life and suddenly when the storm comes in, our system fails. നാം വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്ര പ്രതീക്ഷിച്ച് പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം തകർന്നു പോകും. We have no faith because we have a wrong system of faith. നമുക്ക് വിശ്വാസമില്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വിശ്വാസത്തിന്റെ വ്യവസ്ഥിതിയാണ് നമുക്കുള്ളത്. Many times we get fear because we forget what God has spoken to us. പലപ്പോഴും നമുക്ക് ഭയം വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം നമ്മോട് സംസാരിച്ചത് നാം മറന്നു പോയിരിക്കുന്നു. Having coming into the ministry, I go through times of fear. പല സമയത്തും ശുശ്രൂഷ ജീവിതത്തിൽ ഇങ്ങനെ ഭയപ്പെട്ടിരുന്നിട്ടുണ്ട്. But I go back and look at what God spoke to me when I came to the ministry. എന്നാൽ ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ ദൈവം എന്നോട് എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ വീണ്ടും മടങ്ങി ചെന്ന് ഞാൻ ആലോചിക്കും. Because fear can be so gripping, it can take hold of us. കാരണം ഈ ഭയം എന്ന് പറയുന്നത് നമ്മെ ഞെരുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. See, Jesus said, let us cross over. യേശു പറയുകയാണ്, നമുക്ക് അക്കരെ പോകാം. They forgot what God spoke. ദൈവം അവരോട് എന്ത് സംസാരിച്ചു എന്നുള്ളത് അവർ മറന്നുപോയി. Faith can nullify because we forget his word. I'm sorry, fear can nullify because we forget his word. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് നാം മറന്നുപോയി കഴിഞ്ഞാൽ അത് വിശ്വാസത്തെ ഭയമില്ലായ്മ ചെയ്യും. Dear church, remember the word that God spoke to you. സഭ പ്രത്യേകമായിട്ട് ദൈവം നിങ്ങളോട് എന്തു പറഞ്ഞു, നമ്മോട് എന്തു പറഞ്ഞു എന്നുള്ളത് ഓർത്താട്ടെ. See, our faith is nullified when we forget his word. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം നാം മറന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ഇല്ലായ്മയിലേക്ക് പോകുന്നു. Our faith is nullified when we forget who is with us. ആരാകുന്നു നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത് നാം മറന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം തകർന്നു പോവുകയാണ്. We forget God is with us. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകും. And we become people of no faith. എന്നിട്ട് നാം വിശ്വാസമില്ലാത്ത ജനമായി മാറുന്നു. Hallelujah. Hallelujah. The disciples had a flawed system of faith. വിശ്വാസികൾ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് തെറ്റായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ വ്യവസ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. Their flawed system of faith is that they expected a smooth sailing when with Jesus in the boat. അവരുടെ വിശ്വാസത്തിന്റെ തെറ്റായിട്ടുള്ള വ്യവസ്ഥിതി എന്തായിരുന്നു? യേശു പടകിലുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് അവർ ചിന്തിച്ചത്. You know, the wedding at Cana. നിങ്ങൾക്കറിയാമോ, കാനായിലെ കല്യാണം, Jesus was there. യേശു അവിടെ ഉണ്ടായിരുന്നു. But yet there was a lack. അപ്പോഴും അവിടെ ഒരു കുറവിന്റെ അനുഭവം ഉണ്ട്. What a beautiful thing was Mary did not panic. എന്നാൽ മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറിയ ഇതിനെക്കുറിച്ച് ആശങ്കയില്ലായിരുന്നു. I think Mary experienced that with Jesus in the house, it was challenging that, but yet in the Jesus in the house,
when he was growing up, and Mary must have seen the hand of God. മറിയ ഒരുപക്ഷെ യേശു ആ ഭവനത്തിൽ വളരുമ്പോൾ ദൈവത്തിന്റെ കരം കണ്ടിട്ടുണ്ടാകാം. Mary knew that it was not the absence of challenges. മറിയയ്ക്ക് അറിയാമായിരുന്നു ഈ ജീവിതം എന്ന് പറയുന്നത് വെല്ലുവിളികൾ ഇല്ലാത്തതായിട്ടുള്ള ജീവിതം എന്നല്ല അർത്ഥം. But Mary also knew the favor of God in the midst of challenges. എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിലുള്ള ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രീതിയെ കുറിച്ച് മറിയയ്ക്ക് അറിയാമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Second is little faith. രണ്ടാമതായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് അല്പം വിശ്വാസം. Matthew 14 verse 22 to 33. മത്തായിയുടേതായിട്ടുള്ള സുവിശേഷം 14 അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. Again this is Jesus and disciples in a boat. ഇത് യേശുവും ശിഷ്യന്മാരും പടകിലാണ്. And in verse 25 I'll particularly look. 25ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ The disciples saw Jesus walking on the sea. ശിഷ്യന്മാർ കാണുകയാണ്, അതായത് യേശു കടലിന്മേൽ നടക്കുന്നത്. They were troubled, saying it is a ghost, and they cried out with fear. അപ്പോൾ ശിഷ്യന്മാർ ഭ്രമിക്കുകയാണ്, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. You know, they all started on a wrong place. അവർ തുടങ്ങിയത് തന്നെ തെറ്റായിട്ടുള്ള ഒരു സ്ഥാനത്താണ്. They had great fear. അവർക്ക് വലിയ ഭയമുണ്ടായിരുന്നു. But immediately Jesus spoke to them and said, "Be of good cheer, it is I, do not be afraid." ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. Jesus just calmed their nerves. യേശു അവരെ ആശ്വസിപ്പിക്കുകയാണ്. Peter, in a moment of faith, tells the Lord, "Lord, allow me to come onto the water." പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. Even in that, Peter had a doubt. "Lord, if it is you, command." അവിടെയും പത്രോസിന് സംശയമുണ്ടായിരുന്നു, നീ ആകുന്നുവെങ്കിൽ എന്ന് പറയുകയാണ്. Hallelujah. But still, it was a moment of faith. എന്നാൽ അതും ഒരു വിശ്വാസത്തിന്റെ ഒരു സമയം തന്നെയാണ്. In that moment of faith, he starts off well. ആ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള സ്ഥാനത താൻ ആരംഭിക്കുകയാണ്. You know, that little faith can give us a little momentum. ആ അല്പവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ചെറിയതായിട്ടുള്ള ഒരു ചലനം നമുക്ക് നൽകും. But then suddenly he noticed something. എന്നാൽ പെട്ടെന്ന് താൻ ഒരു കാര്യം കണ്ടു. The wind was heavy. അവിടെ ആ കാറ്റ് ശക്തമായിട്ട് അടിക്കുവാൻ And he began to sink in verse 30. 30ാമത്തെ വാക്യത്തിൽ പറയുന്നത് പത്രോസ് മുങ്ങിത്തുടങ്ങുവാൻ തുടങ്ങി. He said, "Lord, save me." കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. And in verse 31, immediately Jesus stretched out his hand, caught him, and said to him, "Oh, you of little faith, why did you doubt?" When they got into the boat, the wind ceased. 31ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം യേശു കൈനീട്ടി അവനെ സഹായിച്ചു. What happened when the storms came? He shifted the focus from Jesus to the storm. കാറ്റ് വന്നപ്പോൾ പത്രോസ് തന്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് കാറ്റിലേക്ക് മാറ്റി. Oh, it was a great feeling to walk on water. നിശ്ചയമായും വെള്ളത്തിന്മേൽ നടക്കുക എന്ന് പറയുന്നത് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. I was thinking myself in Peter's place. ഞാൻ തീർച്ചയായിട്ടും ആ പത്രോസിന്റെ സ്ഥാനത്ത് എന്നെ തന്നെ ചിന്തിക്കുകയായിരുന്നു. Walking on water and I'm not sinking. വെള്ളത്തിന്മേൽ നടന്ന് ഞാൻ താഴുന്നുമില്ല. And it was such a great, place to walk on. അത് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. The other faithless fellows, they are in the boat. ബാക്കി വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ ആ പടകിൽ നിൽക്കുക. Look at me, mighty man of God. ഞാൻ ശക്തനായിട്ടുള്ള ദേവദാസനായിട്ട് വെള്ളത്തിന്മേൽ നടക്കുകയാണ്. But suddenly when the wind got heavy, പെട്ടെന്ന് കാറ്റ് ശക്തമായപ്പോൾ he began to doubt. താൻ സംശയിക്കുവാൻ തുടങ്ങി. Hallelujah. He started to sink. താൻ മുങ്ങുവാൻ തുടങ്ങി. Two things Jesus tells him. രണ്ട് കാര്യങ്ങൾ യേശു പറയുകയാണ്. Jesus calls him, "You are little faith." അല്പവിശ്വാസിയെ എന്ന് വിളിക്കുന്നു. And he said, "Why did you doubt?" നീ എന്തിന് സംശയിച്ചു എന്നും ചോദിക്കുന്നു. The ones with little faith, they begin to doubt when they focus on the circumstances. അല്പവിശ്വാസികൾ അവരുടെ ശ്രദ്ധ സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോൾ അവർ സംശയിക്കുവാൻ തുടങ്ങി. The man who walked on water was called a man of little faith. അപ്പോൾ ഇപ്രകാരം വെള്ളത്തിന്മേൽ നടന്നതായിട്ടുള്ള മനുഷ്യനെ അല്പവിശ്വാസി എന്നാണ് വിളിച്ചത്. Your giftings can make you see signs and wonders. ഒരു പക്ഷേ നിങ്ങളുടെ മേലുള്ള വരങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ സഹായിക്കും. But the operation of your gifting does not guarantee that you are a man of faith. എന്നാൽ നിങ്ങൾക്ക് ആ വരങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് അർത്ഥമില്ല. See, Peter was bold enough to enter into water. പത്രോസ് എന്ന് പറയുന്നത് വെള്ളത്തിന്മേൽ കടക്കുവാൻ അല്ലെങ്കിൽ നടക്കുവാൻ ധൈര്യമുള്ള വ്യക്തിയായിരുന്നു. But you remember, they started off with an undealt fear. എന്നാൽ തങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു ഭയത്തിന്റെ മണ്ഡലത്തിൽ നിന്നാണ് അവർ തുടങ്ങിയത്. Do you have undealt fears? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭയത്തിൻ്റെതായിട്ടുള്ള
നിങ്ങൾ കൈകാര്യം ചെയ്യാത്ത ഭയങ്ങളുണ്ടോ? If so, that will hinder your faith journey. അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് വലിയ ഒരു തടസ്സമായിരിക്കും. Can I have every eye closed? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. What are your undealt fears? നിങ്ങളുടെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഭയങ്ങൾ എന്താണ്? You know, sometimes we are fearful to even look at our fears. ചിലപ്പോൾ നമ്മുടെ ഭയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമുക്ക് ഭയമാണ്. Just look at your fear. നിങ്ങളുടെ ഭയത്തെ നോക്കുക. Or is it that you were thinking about job loss? നിങ്ങളുടെ ജോലി പോകുമോ എന്ന് ചിന്തിച്ച് ഭയമുണ്ടോ? Oh, will I get job? എനിക്ക് ജോലി ലഭിക്കുമോ? What will that person think about me? ആ വ്യക്തി എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? What will my boss think about me? എന്റെ ബോസ് എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? But what are those undealt fears that you have? അപ്പോൾ നമുക്കുള്ളതായിട്ടുള്ള ആ കൈകാര്യം ചെയ്യാത്ത ഭയങ്ങൾ എന്തെല്ലാം? Lord, I rebuke every spirit of fear. കർത്താവേ, ഭയത്തിന്റെ എല്ലാ ആത്മാവിനെയും ഞാൻ ശാസിക്കുന്നു. I sensed the Lord is saying to somebody. ഇത് ചിലരോട് ദൈവം പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. As to what God Jesus spoke to Peter. യേശു പത്രോസിനോട് പറഞ്ഞതുപോലെ Be of good cheer. ധൈര്യപ്പെടുവിൻ. Be of good cheer. ധൈര്യപ്പെടുവിൻ. Hallelujah. Hallelujah. You know, it is extremely important to be joyful. സന്തോഷത്തോടുകൂടി ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. And Jesus said, it is I. യേശു പറയുകയാണ്, ഞാനാകുന്നു. It is me. Hallelujah. You don't need to be afraid. നീ ഭയപ്പെടേണ്ട. Today Jesus is telling. ഇന്ന് യേശു പറയുകയാണ്, It is my presence here. എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. Therefore be of good cheer. അതുകൊണ്ട് നീ ധൈര്യപ്പെടുക. Do not be afraid of your future. നിന്റെ ഭാവിയെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട. Do not be afraid of what you did in the past. നീ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട. Hallelujah. Hallelujah. My presence is enough. എന്റെ സാന്നിധ്യം നിനക്ക് മതി. Oh, we want to lift up. Let's lift up the name of Jesus right now. യേശുവിന്റെ നാമം നമുക്ക് ഇപ്പോൾ തന്നെ ഉയർത്താം. He is bringing great joy into this place. യേശു ഈ സ്ഥലത്ത് വലിയ സന്തോഷം കൊണ്ടുവരും. Great cheer. വലിയ സന്തോഷം. Hallelujah. Some of you are afraid of people. നിങ്ങളിൽ ചിലർ വ്യക്തികളെ ഭയപ്പെടുന്നു. Hallelujah. Be of good cheer. Jesus is in your midst. വലിയ ധൈര്യം കർത്താവ് നമ്മുടെ മധ്യേ കൊണ്ടുവരും. Hallelujah. Hallelujah. I sense the Lord telling to the church. സഭയോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കേൾക്കുന്നു. Do not be afraid of the devil. പിശാചിനെ നിങ്ങൾ ഭയപ്പെടരുത്. Hallelujah. You don't need to be afraid of the devil. പിശാചിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത്. You know, he has given you authority. Hallelujah. ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. That when you resist him, നിങ്ങൾ പിശാചിനെ എതിർക്കുമ്പോൾ, when you just resist him, പിശാചിനെ നിങ്ങൾ എതിർക്കുമ്പോൾ, the Bible says he will flee from you. ബൈബിൾ പറയുന്നത് പിശാച് നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. In fact, he is fearful of you. പിശാച് നിങ്ങളെ ഭയപ്പെടുന്നു. Because you are the son of God. കാരണം നിങ്ങൾ ദൈവ പൈതങ്ങളാകും. You know, he is afraid of you. That is why he wants to tempt you. പിശാച് നിങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത്. Hallelujah. Hallelujah. He doesn't tempt the other angels that has fallen with him. പിശാചിനോടൊപ്പം വീണു പോയിരിക്കുന്ന മറ്റു ദൂതന്മാരെ പിശാച് പ്രലോഭിപ്പിക്കുന്നില്ല. He was afraid of Adam. That is why he tempted Adam. ആദാമിനെ ഭയപ്പെട്ടത് കൊണ്ടാകുന്നു പിശാച് ആദാമിനെ പ്രലോഭിപ്പിച്ചത്. He was afraid. He's afraid of Jesus. That is why he tempted Jesus. യേശുവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ചത്. You don't need to be afraid of any demonic strongholds. നിങ്ങൾ ഒരു പൈശാചികമായിട്ടുള്ള കെട്ടുകളെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Because we are the sons of God walking on earth. കാരണം ഈ ഭൂമിയിൽ നടക്കുന്ന ദൈവ മക്കളാകുന്നു നാം. Hallelujah. Hallelujah. God has given this place to us. Hallelujah. ദൈവം ഈ സ്ഥലത്തിന്റെ അധികാരം നമുക്ക് തന്നിരിക്കുന്നു. And it is to us he said, be fruitful and multiply. നമ്മോട് ദൈവം പറയുകയാകുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. He did not command this to the angels. ഇത് ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടില്ല. He gave authority to us. Hallelujah. അധികാരം നമുക്ക് And തന്നിരിക്കുന്നു. it was lost now through Jesus Christ. It has been given to the ecclesia. അത് നഷ്ടമായിരിക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം അത് എക്ലീസിയക്ക് ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നു. You know what that means? That we are the governing council. അതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ? നാം ആകുന്നു തീരുമാനങ്ങൾ എടുക്കുന്ന ഗവേണിംഗ് കൗൺസിൽ. Hallelujah. You know, the Bible says that Daniel sat at the gates of the kingdom. തിരുവചനം പറയുകയാണ്, അതായത് യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള ആ ദൈവരാജ്യത്തിന്റെ മുന്നേറ്റം അത് പിശാചിനെ തടുക്കുവാൻ കഴിയുകയില്ല. Daniel sat at the gates of the kingdom. തിരുവചനം പറയുന്നത് ദാനിയേൽ ഇപ്രകാരം ആ കിങ്ഡം ഭരണകൂടത്തിൽ മേൽ ഇരിക്കുകയാണ്. At the Nebuchadnezzar's gates, he sat at the kingdom, at the gates. നെബൂഖദ്നേസറിൻ്റെതായിട്ടുള്ള ആ കിങ്ഡത്തിൽ താൻ ഇരിക്കുകയാണെന്ന് പറയുകയാണ്. How much more are the sons of God at the gates of the kingdom of God? എത്രമാത്രം അധികമായിട്ട് ദൈവരാജ്യത്തിൽ ഈ പിതാവിന്റെ
കർത്താവിന്റെ രാജ്യത്തിൽ മക്കൾ ഇരിക്കും. There was a prophetic word to Jacob saying that your descendants shall possess the gates of the enemy. യാക്കോബിനോടുള്ള ഒരു പ്രവചനത്തിന്റെ വാക്ക് ഇപ്രകാരമാകുന്നു, നിന്റെ സന്തതികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അവകാശമാക്കും. We are possessing the gates of the enemy to bring from the enemy kingdom to bring into the kingdom of the Son. ശത്രുവിൻ്റെതായിട്ടുള്ള രാജ്യത്തിൽ നിന്ന് വ്യക്തികളെ വെടിവിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം അവകാശമാക്കണം. You know, one thing to have a great faith is to have a great attitude of faith. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് വിശ്വാസം സംബന്ധിച്ച വലിയ മനോഭാവം ഉണ്ടാകുക എന്നുള്ളതാണ്. The great attitude of faith comes through declaring and decreeing God's principles. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വലിയ ഒരു മനോഭാവം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ തത്വങ്ങളും ദൈവത്തിന്റെ വാക്കും പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ There is a mighty confession. ഒരു വലിയ ഏറ്റുപറച്ചിലുണ്ട്. Hallelujah, the way we declare the things of God. അവിടെ ദൈവത്തിൻ്റെതായുള്ള കാര്യങ്ങൾ നാം പ്രഖ്യാപിക്കുന്നു. Not declaring us, നമ്മെക്കുറിച്ചല്ല, but declaring the word of God. എന്നാൽ ദൈവത്തിന്റെ വചനം. Hallelujah. 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 You know, Joshua made a great faith statement. നിങ്ങൾക്കറിയാമോ, യോശുവ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം He നടത്തി. said, I and my family will worship the Lord. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. It doesn't matter whether you guys are with me. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്നുള്ളതും എനിക്ക് വിഷയമല്ല. I and my family will stand out in this generation. ഞാനും എന്റെ കുടുംബവും ഈ തലമുറയിൽ ഞങ്ങൾ വേർപെട്ടു നിൽക്കും. I am not afraid of these Amalekites and all those kind of guys. ഈ അമാലേക്യരും മറ്റുള്ളവരുടെയും ഹിത്യരുടെയും കാര്യമൊന്നും എനിക്കറിയണ്ട. But I and my family will serve the Lord. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. You have an option to be with us or not to be with us. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കാം. Hallelujah. Hallelujah. It is important to have a great attitude. എന്നാൽ ഈ വിശ്വാസത്തെ സംബന്ധിച്ച് വലിയൊരു മനോഭാവം ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. A great attitude of faith. വിശ്വാസത്തിന്റെ വലിയൊരു മനോഭാവം. So from little faith ചെറിയ അല്ലെങ്കിൽ അല്പവിശ്വാസത്തിൽ നിന്ന് comes the third stage, which is called the weak faith. മൂന്നാമത്തെ നിലവാരം എന്ന് പറയുന്നത് ബലഹീനമായിട്ടുള്ള വിശ്വാസം. In Mark chapter 9, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 to 29. 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. Here is a father ഇവിടെ ഒരു പിതാവ് who is in a great pain താൻ വലിയ വേദനയിലാണ്. because his daughter is suffering from a mute spirit. കാരണം തന്റേതായിട്ടുള്ള മകൻ എന്ന് പറയുന്നത് ഊമനായിട്ടുള്ള ഒരു ആത്മാവ് ആ മകനിലുണ്ട്. It is son. Teacher, I brought you my son, verse Mark 9 verse 17. I brought you my son who has a mute spirit. അപ്പോൾ അവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാകുന്നു, അതിന് പുരുഷാരത്തിൽ ഒരു ഗുരു, ഊമനായിട്ടുള്ള ആത്മാവുള്ള എന്റെ മകനെ ഞാൻ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്നു. It seizes him, throws him down, and he foams at mouth and gnashes his teeth and becomes rigid. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. I spoke to your disciples, they should cast it out, that they should cast it out, but they could not. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. He answered him and said, "O faithless generation, how long shall I be with you?" അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. Verse 20, they brought the child to him. 20-ാമത്തെ വാക്യത്തിൽ അവർ അവന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നു. Immediately the spirit convulsed him and he fell to the ground and wallowed, foaming at the mouth. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ച് അവൻ നിലത്ത് വീണ നുരച്ചുരുണ്ടു. So he asked his father how long this has been happening to ഇത് him. അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, He said, from childhood. ചെറുപ്പം മുതൽ തന്നെ. And often he has thrown him both into the fire and the water to destroy him. But if you can do anything, have compassion on us and help us. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയും എങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. Jesus said, if you can believe, all things are possible to him who believes. Amen. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. Immediately the father of the child cried out and said with tears, Lord, I believe, help my unbelief. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. When Jesus saw the people coming together, he rebuked the unclean spirit, said to it, deaf and dumb spirit, I command you, come out of him and enter him no more. എന്നാൽ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായിട്ടുള്ള ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. Then the spirit cried out and convulsed him greatly, came out of him, and he became as one dead, so that many said, he is dead. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി.
മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. But Jesus took him by hand and lifted him up, and he arose. And when he came out of the house, his disciples asked him privately, "Why could we not cast out?" So he said to them, "This kind can come out by nothing but by prayer and fasting." യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. See, our previous experiences in life can make us come to a very shaky ground. നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ഇളകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. A weak faith is at least better than no faith. ബലഹീനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിശ്വാസമില്ലാത്തതിനേക്കാൾ നല്ലതാണ്. Jesus rebuked the disciples of having no faith. യേശു ശിഷ്യന്മാരെ ശാസിച്ചിട്ട് അവരുടെ വിശ്വാസമില്ലായ്മയെ ശാസിക്കുകയാണ്. The father of the child had weak faith. ആ പിതാവിന്, ആ മകന്റേതായിട്ടുള്ള പിതാവിന്, പിതാവിന് ബലഹീനമായിട്ടുള്ള വിശ്വാസം. He recognized that his faith is weak, and that is why he said, "Lord, help my unbelief." അവിടെ തനിക്ക് മനസ്സിലാവുകയാണ് തന്റെ വിശ്വാസം ബലഹീനമാണ്, അതുകൊണ്ട് സഹായിക്കുവാനായിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്. What actually made his faith weak? എന്താകുന്നു തന്റെ വിശ്വാസത്തെ ബലഹീനമാക്കിയത്? And Jesus is dealing with that. യേശു ആ കാര്യത്തെ കൈകാര്യം ചെയ്യുകയാണ്. Jesus asked him how long it has been. യേശു ചോദിക്കുകയാണ്, ഇത് എത്ര കാലമായി? And he said, from childhood. അവന്റെ ചെറുപ്പം മുതൽ ഇത് സംഭവിക്കുന്നു. And it's happening often. ഇത് പലപ്പോഴും സംഭവിക്കുന്നു. Jesus is dealing with the father who is having pain to see his son. തന്റെ മകൻ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന ഒരു പിതാവിനെ യേശു അവിടെ സഹായിക്കുകയാണ്. Jesus is dealing with the father's pain, and that has made his faith weak. അവിടെ യേശു ആ പിതാവിനോട് ഇടപെടുമ്പോൾ ആ മകന്റെ വേദന കാണുന്നത് ആ പിതാവിൻ്റെതായിട്ടുള്ള വിശ്വാസത്തെ ബലഹീനമാക്കിയിരിക്കുകയാണ്. What is the pain that you are carrying? നിങ്ങൾ ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്താണ്? Other was an undealt fear. അത് The earlier one was an undealt fear. ഞാൻ മുൻപ് പറഞ്ഞത് കൈകാര്യം ചെയ്യാത്ത ഭയമായിരുന്നു. Now is an undealt pain. ഇപ്പോൾ കൈകാര്യം ചെയ്യാത്ത വേദന. And Jesus had to help the father to be healed. യേശുവിന് ആദ്യം ആ പിതാവിന്റെ സൗഖ്യമായിരുന്നു ശ്രദ്ധിച്ചത്. And the Bible says that the father cried. തിരുവചനം പറയുകയാണ്, ആ പിതാവ് ഉറക്കെ നിലവിളിച്ചു. Hallelujah. Hallelujah. And he said, "Lord, I believe, help my unbelief." ആ പിതാവ് പറയുകയാണ്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ. We need sometimes deep healing. പല സമയത്തും നമുക്ക് ആഴത്തിലുള്ള ആ സൗഖ്യം ആവശ്യമാണ്. When we see something that is happening from childhood. നാം ചെറുപ്പം മുതലേ ചില കാര്യങ്ങൾ കാണുമ്പോൾ Jesus was willing to help the father. യേശുവിന് ആ പിതാവിനെ സഹായിക്കുവാൻ മനസ്സുണ്ടായിരുന്നു. But listen to me, the father was ready to be vulnerable with the Lord. എന്നാൽ ശ്രദ്ധിച്ചാട്ടെ, ഈ ദൈവമുമ്പാകെ ആ പിതാവ് തന്റേതായിട്ടുള്ള പ്രയാസങ്ങളെ തുറന്നു കാണിക്കുവാൻ ഒരുക്കമായിരുന്നു. Many times we want to hide the pain. പല സമയത്തും നമ്മുടെ വേദനകൾ നാം പൊതിഞ്ഞു വെക്കും. But Jesus wants us to deal with the pain. എന്നാൽ യേശുവിന് നമ്മുടെ വേദനയുമായി അതിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. Undealt pain can have a little faith. ഈ വേദന നിലനിൽക്കുകയാണെങ്കിൽ, അതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് വിശ്വാസത്തെ അത് ബലഹീനമാക്കും. I want every eye closed. എല്ലാ കണ്ണുകളും If അടഞ്ഞിരിക്കണം. you have any undealt pain, നിങ്ങൾക്ക് കൈകാര്യം ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള വേദന നിങ്ങളുണ്ടെങ്കിൽ, we want to invite the Holy Spirit to heal your heart today. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സൗഖ്യമാക്കുവാനായിട്ട് നമുക്ക് സ്വാഗതം I ചെയ്യാം. want to tell you that the pain can be removed by the Holy Spirit. He can heal pain. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വേദന മാറ്റുവാൻ, സൗഖ്യമാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. If you are having some undealt pain നിങ്ങൾക്ക് അപ്രകാരം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ, and you want somebody to pray over, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ you ആഗ്രഹിക്കുന്നു, just raise your hand. We'll come and pray. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിരുന്നാട്ടെ, ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കും. Hallelujah. Just raise your hand so somebody can come and the pastors or the leaders can come and pray over you. നിങ്ങളുടെ കരം ഉയർന്നിരിക്കുമ്പോൾ തന്നെ പാസ്റ്റർമാരും ലീഡർമാരും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Hallelujah. Hallelujah. Lord, we pray, Father, right now. കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let there be a move of God. അവിടെ ദൈവത്തിന്റെ ഒരു ചലനം
ഉണ്ടാകട്ടെ. Hallelujah. Hallelujah. That you will help to deal with the people that are having pain locked up in their lives. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള കൈകാര്യം ചെയ്യാത്തതായിട്ടുള്ള ആ വേദന Lord, we release. Lord, we command, let every pain be released in Jesus' name. കർത്താവെ, എല്ലാ വേദനയും അത് റിലീസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Right now in Jesus' name. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ Let the Holy Spirit do the healing work, Father. പരിശുദ്ധാത്മാവ് അപ്രകാരമുള്ള സൗഖ്യത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ Every pain, Father, let it go right now. അത് ഇപ്പോൾ തന്നെ ആ വേദന പോകട്ടെ. Though some people have left us, ചില വ്യക്തികൾ നമ്മെ വിട്ടുപോയി. some people have said something to us. ചില വ്യക്തികൾ നമ്മോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. Sometimes it's some bitterness and that is lingering in our heart. ചില സമയത്ത് ചില കയ്പ് നമ്മുടെ അകത്തുണ്ട്. Whatever that is, Father, അത് എന്ത് തന്നെയാണ്, take it away, Father. അത് എടുത്തു മാറ്റണം. Oh, we don't want, Lord, help our unbelief, Lord. ഞങ്ങളുടെ അവിശ്വാസത്തെ സഹായിക്കണമേ. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. So the third is weak faith, as we saw. മൂന്നാമതായിട്ട് നാം കണ്ടത് ബലഹീനമായിട്ടുള്ള വിശ്വാസമാണ്. And the fourth is growing faith. നാലാമതായിട്ട് വളരുന്നതായിട്ടുള്ള വിശ്വാസം. You know, I'm not, because the lack of time, I'm not going through all the scripture here. ഞാൻ എല്ലാ വാക്യങ്ങളിലേക്കും പെട്ടെന്ന് ഞാൻ പോകുന്നില്ല, സമയക്കുറവ് കാരണം. In John chapter 4, Jesus is dealing with the Samaritan woman. യോഹന്നാന്റേതായിട്ടുള്ള സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീ. And friend, so she, you know, from weak faith to there needs to be a progression. തീർച്ചയായിട്ടും ആ ബലഹീനമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു മുന്നേറേണ്ട കാര്യമുണ്ട്. Growing faith happens through progressive revelation. അപ്പോൾ ഇപ്രകാരം വളരുന്നതായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പാടിൽ നിന്നാണ് നമുക്ക് She ലഭിക്കുന്നത്. perceived Jesus as somebody from the enemy camp. That is how first she saw. ആ വ്യക്തി എങ്ങനെ യേശുവിനെ കണ്ടു എന്നുള്ളത് ഒരു ശത്രുപാളയത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിട്ട് ആദ്യം കണ്ടത്. But ended up knowing that he is the Messiah. എന്നാൽ അവസാനിച്ചപ്പോഴോ ഇത് മശിഹ ആകുന്നു എന്ന് തനിക്ക് മനസ്സിലായി. Hallelujah. ഹല്ലേലൂയ. She knew that this, she thought that is an ordinary man of God or ordinary man. അല്ലെങ്കിൽ ആദ്യം ചിന്തിച്ചത് ഇതൊരു സാധാരണ മനുഷ്യനാണെന്ന്. And then she began to perceive is a great prophet. അതിനുശേഷം തനിക്ക് മനസ്സിലായി, അതായത് ഇതൊരു പ്രവാചകനാണ്. Hallelujah. Hallelujah. Her faith, as she began to linger in the presence of God, their faith began to grow. താൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. The other times we come and go in the presence of God, we get little from no faith, we get a little faith and we get weak faith. എന്നാൽ എത്രയോ സമയങ്ങളിൽ നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നു പോകുമ്പോൾ നമുക്ക് വിശ്വാസമില്ലായ്മയിൽ നിന്ന് അല്പം വിശ്വാസം അല്ലെങ്കിൽ ബലഹീനമായിട്ടുള്ള വിശ്വാസമൊക്കെ ലഭിക്കുന്നു. But when you linger in the presence of God, എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ we begin to grasp one thing after the other. നാം ഒരു കാര്യം കഴിഞ്ഞ് മറ്റൊരു കാര്യം എന്ന പോലെ നാം വെളിപ്പാട് ലഭിക്കുവാൻ തുടങ്ങും. That is growing faith. അത് വളരുന്ന വിശ്വാസമാണ്. Hallelujah. Hallelujah. We begin to grow in faith. നാം വിശ്വാസത്തിൽ വളരുവാൻ തുടങ്ങുന്നു. And the fifth aspect, അഞ്ചാമതായിട്ടുള്ള കാര്യം is of the level of faith is called great faith. Tell with me, great മഹാവിശ്വാസം faith. അല്ലെങ്കിൽ വലിയ വിശ്വാസം. പറഞ്ഞാട്ടെ, വലിയ വിശ്വാസം. And Matthew 8 verse 5 to 13. മത്തായിയുടേതായിട്ടുള്ള സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. A centurion comes to him അവിടെ ശതാധിപൻ തന്റെ അടുക്കലേക്ക് വരികയാണ്. and tells him, the Lord, my servant is lying at home dreadfully tormented. കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. And you should understand, the centurion is not a Jew, he is a Gentile. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത്, ശതാധിപൻ എന്ന് പറയുന്നത് യഹൂദനല്ല, അവൻ ജാതികളിൽ ഒരുവനാണ്. And Jesus said, I'll come and heal him. യേശു പറയുകയാണ്, ഞാൻ അവനെ വന്ന് സൗഖ്യമാക്കാം. And centurion answered, Lord, I am not worthy that you should come under my roof, but only speak a word, my servant will be healed. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. I am also, listen to me, I also am a man under authority. ശ്രദ്ധിച്ചാട്ടെ, അടുത്ത വാക്യം പറയുന്നത്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകും. So he is understanding Jesus is a person with authority. അവിടെ ശതാധിപന് മനസ്സിലാവുകയാണ്, യേശുവിന് അധികാരമുള്ള ഒരു വ്യക്തിയാണ്. And I tell to this soldier, go, and he goes. I said to tell to this soldier, come, and he comes. അദ്ദേഹം പറയുകയാണ്, എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. Jesus heard it and he said, he marveled, and I said, I
have not found such great faith, not even in Israel. അതിനുശേഷം യേശു അതിശയിച്ച് പിഞ്ചൊല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. What gives you great faith? You have to understand great faith is characterized by deep understanding of the authority and the power of God. എന്താകുന്നു വലിയ വിശ്വാസം നമുക്ക് നൽകുന്നത്? വലിയ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉറപ്പും ആ വ്യക്തതയുമാകും. Tell the person next to you, you have authority. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ. A centurion is a Gentile. ശതാധിപൻ ഒരു ജാതികളിൽ ഒരുവനാണ്. Yet this people who is covenanted, the people of Israel, Jesus is saying, I have not found such great faith even among my covenanted people. യേശു പറയുകയാണ്, ഉടമ്പടി ചെയ്തിരിക്കുന്ന എന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. Great faith comes by great understanding of God's power. വലിയ വിശ്വാസം വരുന്നത് ദൈവശക്തിയെക്കുറിച്ചുള്ള വലിയ വെളിപ്പാടിൽ നിന്നാണ്. Great faith comes by great revelation of God's authority. വലിയ വിശ്വാസം വരുന്നത് ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പാടിൽ നിന്നാണ്. Hallelujah. Hallelujah. And I want to tell you, even God can be amazed by great faith. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വലിയ വിശ്വാസം കണ്ട് ദൈവത്തിന് പോലും വേണമെങ്കിൽ അതിശയം വരാം. Bible says Jesus is marveled. തിരുവചനം പറയുകയാണ്, യേശു അതിശയിച്ചു. Hallelujah. Hallelujah. That was it. Great faith can even move God. വലിയ വിശ്വാസത്തിന് ദൈവത്തെ പോലും അതിശയിപ്പിക്കുവാൻ കഴിയും. I have not heard about something like this. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടേ ഇല്ല. That is what Jesus is saying. യേശു അതാ പറയുന്നത്. And in fact he's saying, wow, that is really awesome. നമ്മൾ സാധാരണ പറയുന്ന പോലെ വാവ് ഇത് കൊള്ളാം എന്ന് പറയുന്നത് പോലെയാണ് യേശു പറഞ്ഞത്. In today's language Jesus is saying like that. യേശു ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞേനെ. The sixth level of faith is the perfected faith. ആറാമത്തേതായിട്ടുള്ള ആ നിലവാരം എന്ന് പറയുന്നത് തികഞ്ഞ വിശ്വാസം. Romans 4 verse 20 to 21. റോമാലേഖനത്തിൻ്റെതായിട്ടുള്ള 4-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ. He did not waver at the promise of God through unbelief, but was strengthened in the faith, giving glory to God, being fully convinced that what he had promised he is able to perform. Therefore it was accounted to him as righteousness. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായും ഉറച്ചു. Abraham had great confidence that God can raise Isaac from the dead. അബ്രഹാമിന് വലിയ ഒരു ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തിന് ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയും. To have perfected faith, you need to pass the great test of faith. നിങ്ങൾക്കറിയാമോ, തികഞ്ഞ വിശ്വാസം ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വലിയ പരീക്ഷ നാം കടന്നാലേ കഴിയുകയുള്ളൂ. I think in similar lines Paul is saying, I have fought the good fight of faith. അതുപോലെ തന്നെ ആകുന്നു പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതു. God tested Abraham, and when he perfected the faith, he became the father of all those who believe. അപ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു കഴിഞ്ഞ് അബ്രഹാം ആ പരീക്ഷ കടന്നപ്പോൾ അബ്രഹാമിനെ വിശ്വസിക്കുന്നവരുടെ പിതാവെന്ന് പറയുകയാണ്. It was Abraham's final exam. അത് അബ്രഹാമിന്റെ അവസാനത്തെ പരീക്ഷയായിരുന്നു. And when he passed, അദ്ദേഹം അത് പാസ്സായി. he got a title, തനിക്ക് ഒരു തലക്കെട്ട് ലഭിക്കുക, father of all those who believe. ആ പദവി എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവ്. Hallelujah. 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 I believe God will if you are in that journey, ഞാൻ വിശ്വസിക്കുന്നു നാമും ആ the യാത്രയിലായിരിക്കുമ്പോൾ Lord will take us to that great test of faith. ദൈവം നമ്മെ ആ വിശ്വാസത്തിന്റെ പരീക്ഷയിലൂടെ കടത്തിവിടും. In Hebrews chapter 11 are the great women and men and women who has passed that great test of faith. എബ്രായ ലേഖനത്തിൻ്റെതായിട്ടുള്ള 11-ാം അധ്യായത്തിൽ ഈ വിശ്വാസ വീരന്മാരുടേതായിട്ടുള്ള വനിതകളുടേതായിട്ടുള്ള കഥകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. Not everybody's name is mentioned there. എല്ലാവരുടെയും പേരുകളൊന്നും അവിടെ എഴുതിയിട്ടില്ല. Hallelujah. I call that Hebrews chapter 11 as the hall of fame of faith. അവിടെ ഞാൻ അതിനെ വിളിക്കുന്നത്, ആ അധ്യായത്തെ വിളിക്കുന്നത് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വലിയ മഹത്വമുള്ള ഹാൾ ഓഫ് ഫെയിം എന്ന് വിളിക്കുന്നു. Those who are perfected, have passed that great test of faith, will enter that hall of fame. ആ വിശ്വാസം, തികഞ്ഞ വിശ്വാസമുള്ളവർ, ദൈവത്തിൽ ആ വളരുന്ന തികഞ്ഞ വിശ്വാസമുള്ളവർ അപ്രകാരം ആ ഖണ്ഡികയിലേക്ക് അല്ലെങ്കിൽ ഹാൾ ഓഫ് ഫെയിമിലേക്ക് കയറും. Need not be hall of fame on earth. അത് ഭൂമിയിലാകണമെന്നില്ല.
but surely Hall of Fame in the heavens. എന്നാൽ നിശ്ചയമായും സ്വർഗത്തിലുള്ള ആ ഹാൾ ഓഫ് ഫെയിമിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. Tell the person next to you, you should enter that Hall of Fame. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ ആ ഹാൾ ഓഫ് ഫെയിമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. I want to list out a few things that you don't need for faith. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വിശ്വാസത്തിന് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. You don't need to have success to have faith. വിശ്വാസം ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് വിജയം വേണമെന്ന് നിർബന്ധമില്ല. If you look through Hebrews 11, many people went through unanswered prayers. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം നാം നോക്കുകയാണെങ്കിൽ പല വ്യക്തികളും അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല. Because faith is holding on to God's word. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. It is not related to success, even though God gives success. അത് വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമല്ല, ദൈവം വിജയം തരുന്നെങ്കിൽ പോലും. You don't need prophetic word to have faith. രണ്ടാമതായിട്ട് വിശ്വാസം വർദ്ധിക്കുവാനായിട്ടോ വിശ്വാസം ഉണ്ടാകുവാനായിട്ടോ പ്രവചനത്തിന്റെ വാക്ക് ആവശ്യമില്ല. You need God's word to have faith. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം ആവശ്യമാണ്. Today evening I am know we are all excited for Pastor Samachan is here. ഇന്ന് വൈകുന്നേരം പാസ്റ്റർ സാമച്ചൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും വളരെ ആവേശത്തോടെയാണ്. Whether you get a personal prophetic word, you should not increase your faith based on that prophetic word. The word that God gives you should already be built inside, and that prophetic word should be an encouragement to you. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രവചനം ലഭിക്കുന്നോ അതിനെ ആസ്പദമാക്കിയല്ല വിശ്വാസം വർദ്ധിക്കേണ്ടത്. എന്നാൽ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ പ്രവചന ശബ്ദം നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ. It should be bought. It should be something that has been reminded again. അതായത് നിങ്ങളെ വീണ്ടും ദൈവം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അതിനെ കാണുക. Third thing is you don't need people's acknowledgement to have faith. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുവാനായിട്ട് വ്യക്തികളുടേതായിട്ടുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ അവർ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. People may encourage you, may not encourage you. ഒരുപക്ഷെ വ്യക്തികൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കാം, ഇല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. Fourth, you don't need to have feelings to have faith. നാലാമതായിട്ട് വിശ്വാസം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾക്ക് തോന്നലുകൾ വേണമെന്നില്ല. Feelings may come later. പിന്നീടായിരിക്കും ഒരുപക്ഷെ തോന്നലുകളെല്ലാം വരുന്നത്. You don't need miracles, signs and wonders to have faith. വിശ്വാസം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നിരിക്കണം നിർബന്ധമില്ല. You don't need angelic visit. ദൂതന്മാരുടേതായുള്ള സന്ദർശനം വേണം നിർബന്ധമില്ല. Nehemiah had no angelic visit. നെഹമ്യാവിനെ സംബന്ധിച്ച് ദൂതന്മാരൊന്നും അദ്ദേഹത്തെ സന്ദർശിച്ചില്ല. He just had a burden and that was enough. തനിക്ക് ഒരു ആത്മഭാരം ഉണ്ടായിരുന്നു, അത് മതിയായിരുന്നു. Tell the person next to you, a burden is enough. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ആത്മഭാരം മതി. You don't need to have full understanding to have faith. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല വിശ്വാസം ഉണ്ടാകാൻ. That's something so beautiful. അത് വളരെ മനോഹരമാണ്. We keep asking God how. നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഇത് എങ്ങനെ സംഭവിക്കും? But God often tells us the next step. ദൈവം എന്നാൽ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മോട് അടുത്ത ചുവട് മാത്രം പറയും. He may not tell us the whole story. ദൈവം ഈ കഥ മുഴുവനായിട്ടും പറയാറില്ല. Because if he tell the whole story straight away, we will not have faith. കാരണം പലപ്പോഴും ദൈവത്തിന് അറിയാം, അതായത് ആ മുഴുവൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള വിശ്വാസം നമുക്കില്ല. You don't need full understanding. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അറിവിന്റെ ആവശ്യമില്ല. Hallelujah. Hallelujah. The next is you don't need visible results to have faith. അടുത്തതായിട്ട് വിശ്വാസം ഉണ്ടാകാനായിട്ട് കാണുവാൻ കഴിയുന്ന ഫലം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. Noah built the ark for years without seeing any rain. നോഹ മഴ കാണാതെ വർഷങ്ങളോളം പെട്ടകം പണിതുകൊണ്ടേയിരുന്നു. Because he trusted God's word. കാരണം താൻ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചു. Long periods of trusting God's word. ദീർഘകാലം ദൈവത്തെ വിശ്വസിക്കുന്ന ആ യാത്ര. With no sign of anything related to it. ആ വാക്കിനെ സംബന്ധിച്ചുള്ള യാതൊരു അടയാളങ്ങളുമില്ല. And that long side of ridicule after ridicule from the people around. വ്യക്തികൾ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. Hallelujah. Hallelujah. Let me tell you something very profound with related to this. അതിനുശേഷം ഇതിനോട് ചേർന്ന് വളരെ ശക്തമായ ഒരു കാര്യം പറയട്ടെ. You don't need visible results to have faith. നിങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടി കാണാവുന്ന അടയാളങ്ങൾ ഉണ്ടാകണമെന്നില്ല. Therefore our faith should not be result oriented, it should be commandment oriented. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഫലത്തെ ആശ്രയിച്ചല്ല ഉണ്ടാകേണ്ടത്, കൽപ്പനയെ ആശ്രയിച്ചായിരിക്കണം. What is the commandment? എന്താകുന്നു ഈ കൽപ്പന? We heard the other day. നാം കഴിഞ്ഞ ദിവസം
ദിവസം കേട്ടു. Anything that is not of faith is sin. നാം വിശ്വാസത്തിൽ നല്ലാത്തതെല്ലാം പാപമാകുന്നു. So having faith is mandatory. There is having no faith is not an option at all. അതുകൊണ്ട് വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമാണ്, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. So you should not be, faith is not result oriented. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് വരുന്ന ഫലങ്ങളെ ആസ്പദമാക്കിയല്ല, It's a commandment. എന്നാൽ അത് കൽപ്പനയാണ്. As a New Testament Christian, ഒരു പുതിയ നിയമ വിശ്വാസി എന്നുള്ള the രീതിയിൽ Lord wants us to have faith. ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് വിശ്വാസം ഉണ്ടാകണമെന്നാണ്. Sometimes when I tell my children something, ചില സമയത്ത് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ I can see that they may not trust me. അവർ ഒരുപക്ഷെ എന്നെ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നാറുണ്ട്. So I keep telling them, I want you to trust me. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That's something that's also how God is telling us. ദൈവവും അതുപോലാണ് നമ്മോട് പറയുന്നത്. I want you to trust me. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. I want you to believe in me. നിങ്ങൾ എന്നെ And വിശ്വസിക്കണം. that is a commandment. That is a commandment. അത് ഒരു കൽപ്പനയാണ്. It is not an option. അത് തീർച്ചയായിട്ടും നമുക്കൊരു ഓപ്ഷൻ അല്ല. For some of us, that commandment is valid only on a Sunday. That commandment is valid only on a Sunday. നമ്മിൽ ചിലർക്ക് ആ കൽപ്പന എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. You don't need a strong support system to have faith. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാനായിട്ട് വളരെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും വേണമെന്നില്ല. Joseph was all alone for 13 years. His brothers betrayed him. യോസേഫ് 13 വർഷക്കാലത്തോളം ഏകനായിരുന്നു. തന്റെ സഹോദരന്മാർ തന്നെ ഉപേക്ഷിച്ചു. Sometimes we have faith only if there are people with us. ചില സമയത്ത് വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ. Hallelujah. Hallelujah. Sometimes you have to go through life when there is nobody with you. ചില സമയത്ത് നാം ചില കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയും നമ്മുടെ കൂടെ ഇല്ല. You don't need to conform to human logic to have faith. നമുക്ക് വിശ്വാസം ഉണ്ടാകാനായിട്ട് മാനുഷികമായുള്ള യുക്തിക്ക് അനുസരിച്ച് മുന്നേറണമെന്നില്ല. Gideon was a mighty man of God. ഗിദെയോൻ വളരെ ശക്തനായിട്ടുള്ള ഒരു ദേവദാസനായിരുന്നു. He had a huge army. ഗിദെയോന് വളരെ ശക്തമായിട്ടുള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. And God's logic was different. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള യുക്തി വ്യത്യസ്തമായിരുന്നു. Because of lack of time, I'm not going there. സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. Judges 7, you can take a look. ന്യായാധിപന്മാരുടെ 7-ാം അധ്യായം നിങ്ങൾ നോക്കുക. God just reduced the army. ദൈവം ആ സൈന്യത്തെ, ആ അംഗബലം കുറച്ചു. He just told 300 is enough. ദൈവം പറയുകയാണ് 300 പേര് മതി. Imagine you going to the war. നിങ്ങൾ ചിന്തിച്ചാട്ടെ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. It's a huge army out there. അപ്പോൾ വലിയ സൈന്യം അവിടെ ഉണ്ട്. God just telling you just 300 is enough. ദൈവം പറയുക 300 പേര് മതി. In today's context, ഇന്നത്തെ പശ്ചാത്തലത്തിൽ think that you are doing a big project in your workplace. നിങ്ങളുടേതായിട്ടുള്ള ജോലി സ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. And some people have left your team. ചില വ്യക്തികൾ നിങ്ങളുടെ ടീമിൽ നിന്ന് പോയി. God is telling that's enough. ദൈവം പറയുക ഇവര് മതി. I can do things through that. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. Or has some people left your life? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികൾ കടന്നുപോയോ? God is saying that's enough. ദൈവം പറയുക അത് കുഴപ്പമില്ല, അത് മതി. I can accomplish my plans even through that. ഈ സാഹചര്യത്തിലും എന്റെ പദ്ധതികൾ അതിലൂടെ നിവർത്തിക്കുവാൻ എനിക്ക് കഴിയും. I know our human logic does not agree to that. നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്തകളും ബുദ്ധിയൊന്നും അതിനോട് ചേർത്ത് വെക്കുവാൻ കഴിയുകയില്ല. As an act, just say, I remove this human logic. അപ്പോൾ അത് നാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണിച്ചാട്ടെ, ഞാൻ ആ മാനുഷിക ബുദ്ധി അങ്ങ് മാറ്റുകയാണ്. Hallelujah. We need to be people of the spirit. നാം ആത്മാവിന്റെ വ്യക്തികളായിരിക്കും. To understand that you need to build up your spirit man. നമ്മുടെ ആത്മമനുഷ്യനെ പണിതുയർത്തണമെന്ന് അറിയുവാൻ തക്കവണ്ണം. I know I'm running out of time. I just want to give 4 points how to build our faith. നമ്മുടെ വിശ്വാസത്തെ പണിതുയർത്തുവാനായിട്ടുള്ള കാര്യം സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ. 4 things. It is called shape. It's called shape. അത് ഷേപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. First is S. ആദ്യത്തെ എസ്. It's called seek God's presence. ദൈവ സാന്നിധ്യം അന്വേഷിക്കുക. Hallelujah. Without God there is no faith. ദൈവമില്ലാതെ വിശ്വാസമില്ല. So seek God's presence. ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുക. H is hedge your heart. Hedge. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. Strong fence. Hedge means strong fence. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വേലി നിങ്ങളുടെ ഹൃദയത്തിന് ചുറ്റും കെട്ടുക. Proverbs 4:23 says, guard your heart with all diligence. അപ്പോൾ സദൃശവാക്യങ്ങൾ 4:23 പറയുന്നത് സകലത്തിലും നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. So when you seek God, God will put something now build a hedge around it. അപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ച് ഒരു വേലി കെട്ടുക. Third is activate your faith. Obey God's word. മൂന്നാമതായിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ ചലിപ്പിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക. Because faith without works is dead. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. Now P is pray.
പി എന്ന് പറയുന്ന പ്രാർത്ഥന. Pray fervently. വളരെ ഉത്സാഹത്തോടുകൂടെ എരിവോടുകൂടെ പ്രാർത്ഥിക്കുക. Engage in prayer to activate and strengthen your spirit man. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഇടപെട്ട് നിങ്ങളുടെ ആത്മ മനുഷ്യനെ ചലിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഉത്സാഹത്തോടുകൂടെ ആയിരിക്കുക. ഈ എന്ന് പറയുന്നത് is enter into a renewed mind. ഒരു പുതിയ മനസ്സിലേക്ക് പ്രവേശിക്കുക. It is connected back to the S, which is seek is God's presence. അത് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുക എസ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Transform your thinking നിങ്ങളുടെ ചിന്തയെ മാറ്റുക with that word of God. ദൈവവചനത്താൽ. Romans 12 verse 2. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ Do വാക്യം. not be conformed to this world, ഈ ലോകത്തിന് അനുരൂപരാകാതെ but be transformed by the renewing of your mind. എന്നാൽ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. Hallelujah. Hallelujah. Renew your mind. നിങ്ങളുടെ മനസ്സിനെ Thank പുതുക്കുക. you, Father. Hallelujah. നന്ദി പിതാവേ. Let's have every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Father, I pray that we will take the journey of faith പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വാസത്തിന്റെ യാത്രയിൽ മുന്നേറും. much more than we can ask or imagine. ഞങ്ങൾക്ക് ചിന്തിക്കുവാനോ ചോദിക്കുവാനോ കഴിയുന്നതിനപ്പുറമായി. Lord, this faith is a big ocean, Father. പിതാവേ, ഈ വിശ്വാസം വലിയൊരു കടൽ പോലെയാണ്. We want to take that journey, Lord. ഞങ്ങൾക്ക് ആ യാത്ര എടുക്കണം. And you are there with us, Father. അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. Hallelujah. Let us never be found with no faith ഞങ്ങൾ വിശ്വാസമില്ലാത്തവരായി കാണപ്പെടരുതേ. or little faith. ഞങ്ങൾ അല്പവിശ്വാസമല്ല ഞങ്ങൾക്ക് വേണ്ടത്. Lord, help us to pass the great test of faith. കർത്താവേ, വിശ്വാസത്തിന്റെ പരീക്ഷ കടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Hallelujah. Hallelujah. Thank you, Jesus. നന്ദി യേശുവേ. In Jesus' mighty name I pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ ആമേൻ.